പ്രവാസ ലോകത്ത് ഏറെക്കാലം ചെലവിട്ട മറ്റൊരു പ്രതിഭാശാലി കൂടി നാട്ടിലേക്ക് മടങ്ങുകയാണ്. സഹറ ഉൾപ്പെടെ നിരവധി രചനകൾക്ക് രൂപം നൽകിയ സാഹിത്യകാരൻ എം മുഹമ്മദ്. പിന്നിട്ട 3.5 പതിറ്റാണ്ടുകാലം സർഗാത്മക രംഗത്ത് മാത്രമല്ല സാംസ്കാരിക വേദികളിലും ഏറെ സജീവമായിരുന്നു എം മുഹമ്മദ്. പ്രവാസലോകത്ത് എഴുത്ത്, സാംസ്കാരിക പ്രവർത്തനം എന്നിവയിൽ വേറിട്ട് നിൽക്കുന്ന പ്രതിഭകൾ തുലോം കുറവാണ്. മുഖ്യധാരയിൽ ശക്തമായി സാന്നിധ്യം അറിയിക്കാൻ കൂടി കഴിയുക എന്നത് എളുപ്പമല്ല. എന്നാൽ അവിടെയും വിജയിക്കാൻ കഴിഞ്ഞു എന്നതാണ് എം മുഹമ്മദിന്റെ മികച്ച നേട്ടം. കേരളത്തിലെ ഒട്ടുമിക്ക ആനുകാലികങ്ങളിലും എം മുഹമ്മദിന്റെ രചനകൾക്ക് ഇടം ലഭിക്കുന്നു. മികച്ച എഴുത്തുകാരുടെയെല്ലാം ആത്മമിത്രം കൂടിയാണ് ഈ കൊല്ലം ഓച്ചിറ സ്വദേശി. 3.5 പതിറ്റാണ്ട് നീണ്ട പ്രവാസത്തിന് വിരാമം കുറിച്ച് മടങ്ങുകയാണ് മുഹമ്മദ്. തങ്ങൾക്കൊപ്പം നാട്യങ്ങളില്ലാതെ ജീവിച്ച സാംസ്കാരിക പ്രവർത്തകനോടുള്ള കലർപ്പില്ലാത്ത സ്നേഹപ്രകടനം, അതായിരുന്നു പോയ വാരം പ്രവാസലോകം ഒരുക്കിയ വിവിധ യാത്രയയപ്പ് പരിപാടികൾ. ബഹുഭൂരിഭാഗം പ്രവാസികളെയും പോലെ ചുരുങ്ങിയ വർഷത്തെ പ്രവാസം, അതുമാത്രമായിരുന്നു തുടക്കത്തിൽ മുഹമ്മദും മനസ്സിൽ കുറിച്ചിട്ടത്. ഞാൻ മാക്സിമം ഒരു 3 വർഷം, ആ 3-ാം വർഷം ഞാൻ തിരിച്ച് നാട്ടിലെത്തിയിരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഒരു പ്രവാസത്തിൻ്റെ തുടക്കം കുറിക്കുന്നത്. ഇന്ന് ഞാനിപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ 35 വർഷം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഈ 3 വർഷം കാലാവധിയിൽ ഗൾഫിലെത്തിപ്പെട്ട ഞാൻ എങ്ങനെ 35 വർഷം തികച്ചു എന്നുള്ള അത്ഭുതകരമായ ഒരു ചോദ്യം എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഈ യാത്രയയപ്പുമായി ബന്ധപ്പെട്ട് പല മീറ്റിങ്ങുകളിലും പങ്കെടുക്കുമ്പോൾ അവിടെ എല്ലാം വന്ന ഒരു ചോദ്യമാണ്. സത്യത്തിൽ ഈ 35 വർഷം എന്നെ നിലനിർത്തിയത് എനിക്കിവിടെ കിട്ടിയ സാംസ്കാരിക രംഗത്തും സാഹിത്യ രംഗത്തും കിട്ടിയ ഞാൻ പ്രതീക്ഷിക്കാത്ത അവസരങ്ങളാണ് എന്നെ നിലനിർത്തിയത്. ആയിരത്തി 1981 ദുബൈയിലെത്തിയ മുഹമ്മദ് ദുബൈ, ഷാർജ, അലൈൻ എന്നിവിടങ്ങളിലെ സാമ്പത്തിക കാര്യ സ്ഥാപനങ്ങളിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്തു. 1991 മുഹമ്മദ് അബുദാബിയുടെ ഭാഗമായി മാറുന്നത്. ഗൾഫ് പൈപ്പിംഗ് കമ്പനിയിൽ സീനിയർ അക്കൗണ്ടന്റായി ജോലി തുടങ്ങിയ മുഹമ്മദ് ഇതേ സ്ഥാപനത്തിൽ 1/4 നൂറ്റാണ്ട് പൂർത്തീകരിച്ചാണ് മടങ്ങുന്നത്. അബുദാബിയെ മുഹമ്മദും മുഹമ്മദിനെ അബുദാബിയും ആഹ്ലാദപൂർവ്വം ഉൾക്കൊണ്ടു. അത്രമേൽ ഈ നഗരത്തോട് താൻ കടപ്പെട്ടിരിക്കുന്നുവെന്ന് മുഹമ്മദ് പറയുന്നു. ഇന്നെന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു നൊസ്റ്റാൾജിയ കേരളമല്ല, ഗൾഫാണ്. ഞാൻ ഓരോ അവധിക്ക് നാട്ടിൽ പോയി കഴിയുമ്പോൾ 1 മാസം ഞാൻ അവിടെ ഒരു അതിഥിയെ പോലെ എനിക്ക് തോന്നും. ഞാൻ തിരിച്ച് അവധി കഴിഞ്ഞ് അബുദാബിയിൽ തിരിച്ചെത്തുമ്പോൾ സ്വന്തം നാട്ടിൽ തിരിച്ചെത്തിയ ഒരു ഫീലിംഗ് ഉണ്ടാകും. അതൊരു ഓരോ പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉണ്ടാകാമെങ്കിൽ തന്നെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേവലം വീട്ടിൽ വന്നിരിക്കുകയും രാവിലെ എഴുന്നേറ്റ് ഓഫീസിൽ പോവുകയും ചെയ്യുന്ന ഒരു യാന്ത്രിക ജീവിതം നമ്മൾ നയിക്കാത്തതാണ് അതിനുള്ള കാരണം. തൊഴിൽ, സാഹിത്യ മേഖലകളിൽ ലഭിച്ച അനുകൂല സാഹചര്യങ്ങളാണ് നീണ്ടകാലം അബുദാബിക്കാരനായി നിലയുറപ്പിക്കാൻ മുഹമ്മദിനെ പ്രേരിപ്പിച്ചതും. സ്കൂൾ പഠനകാലം മുതൽക്കേ എഴുത്തിന്റെ ലോകത്തോട് താൽപര്യമായിരുന്നു. മലയാള നാടകരംഗത്തായിരുന്നു കൂടുതൽ സജീവം. എന്നാൽ അരങ്ങിന്റെ സാധ്യതകൾ പ്രവാസലോകത്ത് അന്ന് കുറവായിരുന്നു. ഇതിനെ മറികടക്കാൻ നോവലിന്റെയും കഥയുടെയും വഴിയിലേക്ക് മുഹമ്മദ് തന്നെ പറിച്ചുനട്ടു. സർഗാത്മക കഴിവുകൾ പരിപോഷിപ്പിക്കാനും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കാനും പ്രവാസം വഴിയൊരുക്കി. അബുദാബി മലയാളി സമാജവും അരങ്ങ് എന്ന സാംസ്കാരിക സംഘവും മുഹമ്മദിലെ സംഘാടകനെ പുറം ലോകത്തും ശ്രദ്ധേയനാക്കി. 7 തവണ സമാജം സാഹിത്യ വിഭാഗം സെക്രട്ടറിയായും 1 പ്രാവശ്യം ട്രഷററായും 2 വട്ടം ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. അരങ്ങിന്റെ പ്രസിഡന്റായും ദീർഘകാലം പ്രവർത്തിച്ചു. അബുദാബി മലയാളി സമാജത്തിന്റെ നാടകോത്സവത്തിൽ എം മുഹമ്മദിന്റെ അനന്തം അശാസ്ത്രം എന്ന നാടകം 4 പുരസ്കാരങ്ങൾ നേടി. മരുഭൂമിയിലെ പക്ഷി, നിഴൽ നിറങ്ങൾ, സഹാറ, കന്യാകാശ്മീർ എന്നീ നോവലുകളും വെള്ളിമേഘങ്ങളിൽ ഒരു തൂവൽ കൊഴിയുന്നു,
തകഴിയിലെ വെള്ളപ്പൊക്കത്തിൽ ഒഴുകിയൊഴുകിയ ഒരു മനസ്സ് എന്നീ കഥാസമാഹാരങ്ങളും DC ബുക്സ് പ്രസിദ്ധീകരിച്ചു. 2 നോവലുകൾ എന്ന ഗ്രന്ഥം കണ്ണൂർ ആൽഫ 1 പബ്ലിക്കേഷൻസും നേർമുഖം എന്ന ലേഖന സമാഹാരം ഷാർജ പാം പബ്ലിക്കേഷൻസും പുറത്തിറക്കി. അറബ് പശ്ചാത്തലത്തിൽ രചിച്ച സഹറ എന്ന നോവൽ മികച്ചു നിൽക്കുന്നു. എന്നാൽ വേണ്ടവിധം അത് ചർച്ച ചെയ്യപ്പെടാതെ പോയതിൽ മുഹമ്മദിന് ഉള്ളിൽ സങ്കടമുണ്ട്. 3 തലമുറയിൽപ്പെട്ട അറബ്സിനുണ്ടായിട്ടുള്ള ഈ നാട്ടിലെ മാറ്റങ്ങൾ, അവരുടെ സാംസ്കാരിക മാറ്റം, അതുപോലെ തന്നെ അവർ ഒരുപാട് വെച്ചുപുലർത്തുന്ന പൈതൃകമായ അവരുടെ ഒരുപാട് സ്വഭാവങ്ങളിൽ വരുത്തിയ മാറ്റം, ഇതിന് ഉപോത്ബലകമായി വിദേശികളായ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഇവിടെ കുടിയേറിയ ആളുകളുടെ കൾച്ചറുമായിട്ടുള്ള അവരുടെ ആ ഒരു വിനിമയം, കൾച്ചറിൻ്റെ ഒരു സാംസ്കാരിക വിനിമയമൊക്കെ അതിനകത്തുണ്ടാക്കിയ സ്വാധീനം, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ പഠനം നടത്തി എഴുതിയ നോവലാണ് സഹറ. ഈ സഹറയെക്കുറിച്ച് സക്കറിയയാണ് ആ പുസ്തകത്തിന് അവതാരിക എഴുതിയത്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അറബ്സിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇന്ത്യൻ ഭാഷയിൽ ഇറങ്ങുന്ന ആദ്യത്തെ നോവലാണ് ഇതെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. എഴുത്തുകാരുമായുള്ള അടുത്ത സൗഹൃദം AM മുഹമ്മദ് ഇന്നും നിധി പോലെ സൂക്ഷിക്കുന്നു. ടി പത്മനാഭനെ 1995 മുതൽ ഇന്ന് ഇതുവരെ ഓരോ വെള്ളിയാഴ്ചയും ഞാൻ വിളിക്കാറുണ്ട്. ഒരു വെള്ളിയാഴ്ച പോലും ഇതുവരെ മിസ്സായിട്ടില്ല. എൻ്റെ ഉമ്മയെ വിളിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് ഞാൻ കാൾ ചെയ്യുന്നത് ടി പത്മനാഭനെയാണ്. അപ്പോൾ അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ സംസാരിക്കും, സാഹിത്യത്തെക്കുറിച്ച് സംസാരിക്കും. അതെല്ലാം കഴിയുമ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വല്ലതും എഴുതുന്നുണ്ടോ എന്നാണ്. സക്കറിയ, PK പാറക്കടവ്, പെരുമ്പടവം ശ്രീധരൻ, MN കാരശ്ശേരി മുതൽ MA ബേബിയും സുധീരനും വരെ മുഹമ്മദിന്റെ ആത്മസൗഹൃദ ഗണത്തിലുണ്ട്. പ്രവാസലോകത്തെ പ്രതിഭകൾക്ക് വേണ്ട ആദരവ് കേരളം നൽകിയോ? ഇല്ലെന്ന് തന്നെയാണ് മുഹമ്മദിന്റെ പക്ഷം. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും ഇപ്പോഴും ഈ ഒരു അയിത്തത്തിൻ്റെ അല്പ സ്വഭാവം ഇപ്പോഴും നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് ഗൾഫുകാരന്. ഇപ്പോൾ ബെന്യാമിൻ തന്നെ ഇത്രയധികം മുന്നേക്ക് വരികയും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പലതും വളരെ നല്ല രീതിയിൽ വായനക്കാരിൽ എത്തിപ്പെടുകയൊക്കെ ചെയ്തെങ്കിലും ബെന്യാമിന് ആ അർഹമായ സ്ഥാനങ്ങളും അംഗീകാരങ്ങളും എല്ലാം കേരളത്തിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെയും ബെന്യാമിനെ ഒരു പിന്നോക്കക്കാരനായി കാണുന്ന ഒരു മനോഭാവം ഇന്ന് ബെന്യാമിൻ്റെ കാര്യത്തിൽ പോലും ഉണ്ട്. പിന്നെ എന്നെപ്പോലെ അല്ലെങ്കിൽ എനിക്ക് ശേഷം ഇവിടെ വന്നിട്ടുള്ള ആളുകളുടെ കാര്യത്തിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കേരള സർക്കാരിന്റെ പ്രഥമ പ്രവാസി സാഹിത്യ പുരസ്കാരം, അബുദാബി മലയാളി സമാജം സാഹിത്യ അവാർഡ്, പ്രവാസി മലയാളി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ തകഴി സ്മാരക അവാർഡ്, കേരള പ്രവാസി റിട്ടേണീസ് അസോസിയേഷൻ സാഹിത്യ അവാർഡ്, അറേബ്യ അക്ഷരശ്രീ പുരസ്കാരം, പ്രവാസി ബുക്ക് ട്രസ്റ്റ് നോവൽ പുരസ്കാരം എന്നിവയും മുഹമ്മദിനെ തേടിയെത്തി. എഴുത്തിന്റെ ലോകത്ത് നാട്ടിലും സജീവമാകും എന്നുറപ്പിച്ചാണ് മുഹമ്മദിന്റെ മടക്കം. എല്ലാ വിജയാശംസകളും നേരുന്നു.